പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 4th സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾക്കുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു ഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന ഭാഗത്തെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതൊരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. 15 മാർക്കിൻ്റെ പ്രോബ്ലം എസ്സേ വരാൻ സാധ്യതയുള്ളൊരു മേഖലയായതുകൊണ്ട് പ്രോബ്ലം എങ്ങനെയാണ്, ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 100% ജാഗ്രതയോടെ നിങ്ങൾ ഈ ക്ലാസ് ഫോളോ ചെയ്യുക, ശ്രദ്ധിക്കുക. എന്നാൽ ഈ ഒരു പ്രോബ്ലം ഇതിൻ്റെ മോഡലിൽ ബാക്കി പ്രോബ്ലം കൂടി ചെയ്ത് ഞാൻ ഉറപ്പ് പറയുന്നു, അഥവാ ഈ തവണ 15 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ വന്നാൽ 15 മാർക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള ഒരു മേഖലയാണ്, എസ്സേക്ക് വന്നിട്ടുള്ള മേഖലയാണ് ഇത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലേക്ക് കിടക്കാൻ. കോസ്റ്റ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വിവിധ ഘടകങ്ങൾ ചേർന്നതാണ്, എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. എന്തായിരുന്നു എലമെന്റ്സ് ഓഫ് കോസ്റ്റ്? 3 എലമെന്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. there are 3 elements of cost: material, labor, expense. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയൽ വേണം. ആ ഉൽപ്പന്നം റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സായി മാറണമെങ്കിൽ, കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ലേബർ വേണം. അതിനോട് ചേർന്നുകൊണ്ട് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള അതർ എക്സ്പെൻസുകൾ വരും. ഈ 3 ഘടകങ്ങൾ ചേർന്നതാണ് കോസ്റ്റ് എലമെന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഈ 3നെയും നമ്മൾ വീണ്ടും ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും ഡിവൈഡ് ചെയ്തിരുന്നു. ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓർക്കുന്നുണ്ടാവും. ഇനി ഇതിനെ ഇൻഡയറക്റ്റ് എലമെന്റ്സുകളെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ഒറ്റ ഹെഡിലേക്ക് മാറ്റിയിരുന്നു. ഓൾ ഇൻഡയറക്റ്റ് എലമെന്റ്സ് ആർ അഗ്രിഗേറ്റഡ് ഇൻ ടു 1 ഹെഡ്, ദാറ്റ് ഈസ് ഓവർഹെഡ്. അപ്പോൾ എല്ലാ ഇൻഡയറക്റ്റ് എലമെന്റ്സും കൂടി ചേർന്ന് വരുന്നത് ഓവർഹെഡ്. ഇനി ഈ ഓവർഹെഡുകളെ നമ്മൾ പിന്നീട് 3 ആക്കി തിരിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഓക്കെ, കാരണം ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറി ഉപഭോക്താവിൻ്റെ, കസ്റ്റമറുടെ കയ്യിലെത്തുന്നത് വരെ ഉള്ള പ്രവർത്തനങ്ങളെ 3 ഘട്ടങ്ങളിലേക്ക് നമ്മൾ ചുരുക്കി. നമ്മളുടെ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഒരു എളുപ്പത്തിന് വേണ്ടി എന്തായിരുന്നു അത്? റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ഒരു മേഖല ഫാക്ടറി. ആ ഫാക്ടറിയെയും പ്രവർത്തനങ്ങളെയും മൊത്തത്തിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. കൂടാതെ ഈ ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കസ്റ്റമറിൽ എത്തിക്കണമെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു മേഖല വേണം. അപ്പോൾ ഈ 3 മേഖലകളാക്കി തിരിച്ചിരിക്കുകയാണ് ഒരു ഉൽപ്പന്നത്തിൻ്റെ, ഒരു റോ മെറ്റീരിയലിൽ നിന്ന് കസ്റ്റമറിലേക്ക് ആ ഫിനിഷ്ഡ് ഗുഡ്സ് എത്തുന്നത് വരെയുള്ള മേഖല. ആ 3 മേഖലയിലുമുള്ള ഇൻഡയറക്റ്റ് എലമെന്റ്സുകളെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് എന്നും, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ നടക്കുന്നതിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്നും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വിങ്ങിൽ നടക്കുന്നതിനെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്നും വേർതിരിച്ചിരുന്നു. ഓക്കെ, ഈ ഘടകങ്ങൾ ചേർന്നതാണ് ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് ഈക്വൽ ടു. ഇത് 3 ഘടകങ്ങളാണ് ഒരു ഉൽപ്പന്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ 3 ഘടകങ്ങളുടെയും ആകെത്തുകയ്ക്കാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്
prime cost. You know, direct material cost plus direct labor cost plus direct expenses is equal to prime cost. സപ്പോസ് നമ്മളൊരു പൊറാട്ടയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും പൊറാട്ട. പൊറാട്ടയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് കുറച്ച് മൈദ വേണം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം. അപ്പോൾ തൽക്കാലം അത് 2 മാത്രം എടുക്കാൻ മതി. അപ്പോൾ ഒരു പൊറാട്ട ഉണ്ടാക്കണമെങ്കിൽ 3 രൂപയുടെ വെളിച്ചെണ്ണയും മൈദയും കൂടി വേണമെന്ന് വിചാരിക്കുക. ഈ പൊറാട്ട അടിച്ചുണ്ടാക്കുന്ന ആൾക്ക് 2 രൂപ ഒരു പൊറാട്ടയെ കൂലി കൊടുക്കണമെന്ന് വിചാരിക്കുക. പിന്നെ അവിടെ വരുന്ന മൊത്തം മേഖലകളിലെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ഒരു 2 രൂപ വരുന്നു വിചാരിക്കുക. അപ്പൊ 5 രൂപ ഇതിന്റെ 3 രൂപ ഇതിന്റെ മെറ്റീരിയലിനും 2 രൂപ ഈ അടിച്ചുണ്ടാക്കുന്ന ആൾക്കും മറ്റ് എക്സ്പെൻസ് ഒരു 2 രൂപയും വന്നാൽ 3 2 5 2 7 രൂപ വന്നു. ഇതാണ് ആ പ്രോഡക്റ്റിന്റെ പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 സെക്ഷൻ ആയിട്ട് ആഡ് ചെയ്യാൻ പോവാം. ഒന്നാമത്തെ സെക്ഷൻ ഏതായിരുന്നു? ഫാക്ടറി. ഫാക്ടറിയിൽ വന്ന എല്ലാ ഇൻഡയറക്റ്റ് എലമെന്റ്സും ചേർന്ന ഫാക്ടറി ഓവർഹെഡ്. ഇപ്പൊ പ്രൈം കോസ്റ്റിനോട് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ ഫാക്ടറി കോസ്റ്റ് ആയി. ഓക്കെ, പ്രൈം കോസ്റ്റിനോട് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ ഫാക്ടറി കോസ്റ്റ് ആയി. ദെൻ അതിനോട് നമ്മൾ നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. സപ്പോസ് ഇവിടെ നമ്മൾ പൊറാട്ട ഉണ്ടാക്കുന്നത് എത്ര രൂപയിലെത്തി? 7 അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് 2 വന്നാൽ 7 2 9 അപ്പോൾ ഫാക്ടറി കോസ്റ്റിലെത്തുമ്പോൾ 9. പിന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് 1 രൂപ വന്നാൽ 9 3 10. തുടർന്ന് 1 രൂപ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂടി ചേർത്താൽ ആകെ 11 രൂപയായി. ഇതാണ് ഈ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ്. അങ്ങനെ ഒരു കോസ്റ്റ് ഷീറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ചേർന്നാൽ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിനോട് ഫാക്ടറി ഓവർഹെഡ് ചേർത്താൽ ഫാക്ടറി കോസ്റ്റ്. അതിനോട് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ചേർത്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അവിടെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ചേർത്താൽ ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റെഡി. ഇതിനകത്ത് ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും വാരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ കോസ്റ്റിനെ നമ്മൾ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും വേർതിരിച്ചു പഠിക്കണം. ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ, ഈ 3 കോസ്റ്റ്, ഈ 3 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. You know what is fixed cost? What is fixed cost? The cost which remains constant at any level of activity is called fixed cost. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ ഏതൊരു കോസ്റ്റ് ആണോ മാറ്റമില്ലാതെ നിൽക്കുന്നത് അതാണ് ഫിക്സഡ് കോസ്റ്റ്. അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി എത്ര കൂടിയാലും ശരി കുറഞ്ഞാലും ശരി ഈ ഒരു കോസ്റ്റിന് മാറ്റമില്ല. That is fixed cost. എന്നാൽ the cost which varies, changes in proportion to the change in the level of activity, that is variable cost. ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് ഏതൊരു കോസ്റ്റ് ആണോ മാറിക്കൊണ്ടിരിക്കുന്നത് അതാണ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഈ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമ്മളൊരു ഫാക്ടറി വാടകയ്ക്കെടുത്തു. 10,000 രൂപയാണ് ആ ഫാക്ടറിയുടെ വാടക. ആ ഫാക്ടറിയിൽ ഏതോ ഒരു ഉൽപ്പന്നം 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒന്നാമത്തെ മാസം നമ്മൾ 5,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഫാക്ടറിക്ക് നമ്മൾ നിശ്ചയിച്ച വാടക 10,000 രൂപ. റെന്റ് ഒരു മാസത്തേക്ക് 10,000 രൂപയാണ് ഈ ഫാക്ടറിക്ക് നമ്മൾ നിശ്ചയിച്ച റെന്റ്. അവിടെ 10,000 യൂണിറ്റ് ആണ് അതിന്റെ പരമാവധി കപ്പാസിറ്റി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ മാസം ഫസ്റ്റ് മന്ത് നമ്മൾ 5,000 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും അതിന്റെ പകുതി 50% കപ്പാസിറ്റി ലെവലിലാണ് ഒന്നാം മാസം പ്രൊഡക്ഷൻ നടന്നത്.
പക്ഷേ ആ മാസം നമ്മൾ റെന്റ് എത്ര കൊടുത്തു? 10,000 രൂപ കൊടുത്തു. 5,000 കൊടുത്താൽ മതിയോ? പോരാ, 10,000 കൊടുത്തു. രണ്ടാം മാസം സെക്കൻഡ് മന്തില് നമ്മൾ 6,000 യൂണിറ്റിലേക്ക് എത്തി പ്രൊഡക്ഷൻ. അപ്പോഴും നമ്മൾ കൊടുക്കുന്ന വാടക 10,000 തന്നെയാണ്. രണ്ടാം മാസവും 10,000 കൊടുത്തു. മൂന്നാമത്തെ മാസം നമ്മൾ 8,000 യൂണിറ്റിലേക്ക് പ്രൊഡക്ഷൻ എത്തിച്ചു. അപ്പോഴും കൊടുക്കുന്ന വാടക 10,000 തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 3 മാസവും ഒന്നാം മാസം 5,000 ലെവൽ ഓഫ് കപ്പാസിറ്റി, റെന്റിന് മാറ്റമില്ല, 10,000. രണ്ടാമത്തെ മാസം 6,000 ലെവൽ ഓഫ് കപ്പാസിറ്റി, റെന്റിന് മാറ്റമില്ല, 10,000. മൂന്നാമത്തെ മാസം 8,000 ലെവൽ ഓഫ് കപ്പാസിറ്റി ലെവൽ, പക്ഷേ റെന്റ് 10,000. ഈ 3 ലെവൽ ചേഞ്ച് ചെയ്തപ്പോഴും ഈ റെന്റ് 10,000 തന്നെയാണ്. ഇതാണ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഇതാണ് ഫിക്സഡ് കോസ്റ്റ്. റെഡി? ഇനി അടുത്ത ചോദ്യം, ഈ ഉൽപ്പന്നം ഉണ്ടാക്കാൻ 1 യൂണിറ്റ് മെറ്റീരിയലിന് 2 രൂപ വരും എന്ന് വിചാരിക്കാം. യൂണിറ്റ് ₹2 പെർ യൂണിറ്റ് എന്താ മെറ്റീരിയൽ. ഈ ഉൽപ്പന്നം ഉണ്ടാക്കാൻ 1 യൂണിറ്റിന് 2 രൂപ വരും എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ മാസം 5,000 യൂണിറ്റ് ഉണ്ടാക്കാൻ 5,000 × 2 10,000 രൂപ വന്നു. 5,000 യൂണിറ്റ് ഉണ്ടാക്കാൻ 10,000 രൂപ വന്നു. രണ്ടാമത്തെ മാസം 6,000 യൂണിറ്റ് ഉണ്ടാക്കാൻ 1 യൂണിറ്റിന് 2 രൂപ വേണമല്ലോ, വേരിയബിൾ കോസ്റ്റ് മെറ്റീരിയൽ. 6,000 × 2 12,000. മൂന്നാമത്തെ മാസം 8 × 2 16,000. ഇതിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റിന്റെയും വേരിയബിൾ കോസ്റ്റിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തു മാറുന്നു? കോസ്റ്റ് മാറുന്നു. അതാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ടല്ല നമ്മൾ പോകുന്നത്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത, എസ്സേ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഞാൻ എസ്സേക്ക് വരാൻ സാധ്യതയുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്ന ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പോവുകയാണ്. എ ഫാക്ടറി with 10,000 capacity produces 5,000 units of product. The cost details given below. Direct material 5,000, 10,000 ആക്കാം. Direct material 10,000, direct labor 5,000, direct expense 3,000, factory overhead 6,000, administration overhead 4,000, selling and distribution overhead 2,000. Prepare a flexible budget with a capacity of 6,000 unit and 8,000 unit. Prepare a flexible budget for production of 6,000 unit
ആൻഡ് 8,000 യൂണിറ്റ്. ഇതാണ് ഒരു 15 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഒന്ന് നോക്കുക. 10,000 കപ്പാസിറ്റി ലെവലുള്ള ഒരു ഫാക്ടറിയിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന 5,000 യൂണിറ്റ് ആണ്. ആ 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് ഡീറ്റെയിൽസ് തന്നത്. 5,000 യൂണിറ്റിന് ഡയറക്റ്റ് മെറ്റീരിയൽ 10,000 രൂപ വരുന്നു, ഡയറക്റ്റ് ലേബർ 5,000 വരുന്നു, ഡയറക്റ്റ് എക്സ്പെൻസ് 3,000 വരുന്നു, ഫാക്ടറി ഓവർ ഹെഡ് 6,000 വരുന്നു, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് 4,000 വരുന്നു, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 2,000 വരുന്നു. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ക്വസ്റ്റ്യന്റെ കൂടെ ഒന്നുകിൽ ക്വസ്റ്റ്യന്റെ നേരെ തന്നെ ബ്രാക്കറ്റിൽ തരുന്ന കുറച്ച് സംഗതികളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു 50% ഫിക്സഡ്, ഇവിടെ പറയുന്നു 40% ഫിക്സഡ്, ഇവിടെ പറയുന്നു 60% ഫിക്സഡ്. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഒന്നുകിൽ ഇങ്ങനെ തരും അല്ലെങ്കിൽ താഴെ തരും. അപ്പൊ ഇവിടെ എന്താണ്? ഫാക്ടറി ഓവർ ഹെഡ് 50% ഫിക്സഡ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് 40% ഫിക്സഡ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 60% ഫിക്സഡ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ 3 നോ ഡൗട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. എന്നാൽ ഫാക്ടറി ഓവർ ഹെഡിൽ എത്തുമ്പോൾ പകുതി ഇവിടെ ഫിക്സഡ് ആണ്, അപ്പൊ പകുതി വേരിയബിൾ ആയിരിക്കും. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൽ എത്തുമ്പോൾ 40% ഫിക്സഡ് ആണ്, ബാക്കി വരുന്ന 60% വേരിയബിൾ ആയിരിക്കും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ എത്തുമ്പോൾ 60% ഫിക്സഡ് ആണ്, ബാക്കി 40% വേരിയബിൾ ആയിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞത് 6,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര കോസ്റ്റ് വരും, 8,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര കോസ്റ്റ് വരും. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എപ്രകാരമാണ് ഇതുപയോഗിച്ച് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാ, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 6,000 യൂണിറ്റിന്റെയും 8,000 യൂണിറ്റിന്റെയും പ്രൊഡക്ഷൻ വരുമ്പോഴുള്ള ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കാനാണ്. ഇവിടെ തന്നിരിക്കുന്നത് 5,000 യൂണിറ്റിലുള്ള കോസ്റ്റ് ഡീറ്റെയിൽസ് ആണ്. 5,000 യൂണിറ്റിൽ എന്തൊക്കെ കോസ്റ്റ്, എത്ര രൂപ കോസ്റ്റ് വന്നു എന്നാണ് തന്നത്. അപ്പൊ നമ്മള് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ നിലവിൽ തന്നിരിക്കുന്ന ലെവൽ അതിലെ കോസ്റ്റ് കാണിക്കാൻ ഒരു കള്ളി വരയ്ക്കാം, വരയ്ക്കാതിരിക്കാം. വരച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോ ഇപ്പോൾ തന്നിരിക്കുന്ന കപ്പാസിറ്റി ലെവലിലെ കോസ്റ്റ് കാണിക്കുന്ന ഒരു കോളം നല്ലതാണ്, അത് വരയ്ക്കുന്നു. പിന്നെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന 6,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴുള്ള കോസ്റ്റ് എത്ര, 8,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴുള്ള കോസ്റ്റ് എത്ര, ഇതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. അപ്പൊ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഫോർമാറ്റ് ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നോക്കുക, പർട്ടിക്കുലേഴ്സിന് ഒരു കോളം വരച്ചു, തന്നിരിക്കുന്ന കപ്പാസിറ്റി, ഇപ്പോൾ കോസ്റ്റ് ഡീറ്റെയിൽ തന്നിരിക്കുന്ന കപ്പാസിറ്റി, അതിന്റെ എമൗണ്ടുകൾ എഴുതാൻ ഒരു കോളം വരച്ചു, കണ്ടുപിടിക്കേണ്ട അതർ കപ്പാസിറ്റികൾക്ക് കോളം വരച്ചു. ഇപ്പോൾ ഇവിടെ 3 കോളമാണുള്ളത്. ഓക്കെ, റെഡി. ഇത് വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ ഇപ്പോൾ ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് നേരത്തെ പഠിച്ച കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റിലാണ്, അല്ലാത്തൊരു ഫോർമാറ്റിൽ ഉണ്ടാക്കാം. അപ്പൊ ഈ ഫോർമാറ്റിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എടുക്കാറ് ഡയറക്റ്റ്, ഞാൻ ഡയറക്റ്റ് ഡി എന്ന് ഷോർട്ടാക്കി എഴുതുന്നു, ഡയറക്റ്റ് മെറ്റീരിയൽ. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ തന്നത് 10,000 രൂപയാണ്. അപ്പോൾ 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന ഡയറക്റ്റ് മെറ്റീരിയൽ 10,000. അടുത്തത് ഡയറക്റ്റ് ലേബർ, ക്വസ്റ്റ്യനിൽ തന്ന എമൗണ്ട്. ഡയറക്റ്റ് ലേബർ 5,000 രൂപയാണ്. 5,000 യൂണിറ്റ് ഉണ്ടാക്കാൻ ഡയറക്റ്റ് ലേബർ ആകെ 5,000 രൂപ. ഡയറക്റ്റ് എക്സ്പെൻസ് അത് 3,000 രൂപയാണ്. 3,000. അപ്പോൾ 5,000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ വന്ന പ്രധാനപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസുകളായ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിന്റെ 3ന്റെയും കൂടി തുക ചേർന്നാൽ 10ഉം 5ഉം 15ഉം 3ഉം 18,000 രൂപ. ഇതിനെയാണ് നമ്മൾ
പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയപ്പോൾ പ്രൈം കോസ്റ്റ് ഇങ്ങനെയാണ് കണ്ടത്. ഇതാണ് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ഇതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഫോളോ ചെയ്യാം. ഇനി നേരത്തെ നിങ്ങൾ പഠിച്ചു പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഫാക്ടറി ഓവർഹെഡ് ആണ്. ശ്രദ്ധിക്കുക, അടുത്തത് ഇതിന്റെ താഴെ ഫാക്ടറി ഓവർഹെഡ്. ഈ ഫാക്ടറി ഓവർഹെഡ് ഇവിടെ 50% ഫിക്സഡ് ആണെന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫാക്ടറി ഓവർഹെഡിനെ രണ്ടാക്കി നമ്മൾ തിരിക്കണം. എന്തൊക്കെയാണത്? ഫിക്സഡ് എന്നും വേരിയബിളും. ഫിക്സഡും വേരിയബിൾ. അപ്പൊ ഇവിടെ 6000 രൂപയുടെ 50% എന്ന് പറഞ്ഞാൽ പകുതി 3000 രൂപ ഫിക്സഡ് ആണ്. ഫിക്സഡ് 3000. ബാക്കി വന്നത് വേരിയബിൾ ആണ്. വേരിയബിള് 3000. അപ്പോ ഇവിടെ വരച്ചു 18 6 24,000. ഇതാണ് ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക് കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ്. അപ്പൊ ഫാക്ടറി കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓവർഹെഡ് ഏതായിരുന്നു? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അതാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ മുഴുവൻ എഴുതണം. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അതും രണ്ടാക്കി തിരിച്ചിരിക്കുന്നു. ഫിക്സഡ് ഉണ്ട്, അപ്പൊ ബാക്കി വരുന്നത് വേരിയബിൾ. 40% ആണ് ഫിക്സഡ്. ആദ്യം നമുക്ക് ഫിക്സഡ് എഴുതാം. 4000 രൂപയുടെ 40% നിങ്ങൾക്കറിയാം. 4000 × 40/100 1600. 1600 1600 രൂപ ഫിക്സഡ് ആണ്. എങ്കിൽ ബാക്കി വരുന്നത് വേരിയബിൾ ആണ്. എത്രയാ വേരിയബിൾ? 4000-ൽ 1600 കഴിച്ചാൽ ബാക്കി വരുന്ന 60%. 6 4 24 2004. അപ്പോ 24 25 27 28,000. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. അടുത്തതായിട്ട് അവസാനത്തെ ഹെഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും രണ്ടാക്കി തിരിക്കാം. ഈ 2000 രൂപയാണ് ആകെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അതിനകത്ത് 60% ഫിക്സഡ് ആണ്. അപ്പോൾ 6 2 12. എത്ര വരും? 1200 ഫിക്സഡ് രൂപ. 1200 രൂപ ഫിക്സഡും ബാക്കി വരുന്ന 40% 4 2 8 800 രൂപ വേരിയബിളും. ഓക്കെ. അപ്പോ 28ഉം 2ഉം 30. റെഡിയല്ലേ? 30. ഇതാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ്. അതായത് 5000 യൂണിറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് വന്ന ടോട്ടൽ കോസ്റ്റ് 30,000 രൂപയാണ്. ശ്രദ്ധിക്കുക, നമ്മളോട് പറഞ്ഞത് ഈ ഫാക്ടറി അതിന്റെ 50% കപ്പാസിറ്റിയിൽ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്ര രൂപ ചെലവ് വന്നു. 30,000 രൂപ ചെലവ് വന്നു. സപ്പോസ് ഈ ഫാക്ടറി അഥവാ 6000 യൂണിറ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര കോസ്റ്റ് വരും? 8000 യൂണിറ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര കോസ്റ്റ് വരും? പരമാവധി കോസ്റ്റ് പെർ യൂണിറ്റ് കുറച്ചുകൊണ്ട് ലാഭം കൂട്ടുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുക, 30,000 രൂപയാണ് ഈ 5000 യൂണിറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കാൻ വന്നത്. അപ്പോഴാകെ ഞാനിത് മായ്ക്കുന്നു. ശ്രദ്ധിക്കുക, 5000 യൂണിറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കിയപ്പോൾ വന്ന ചെലവ് 30,000 രൂപയാണ് കോസ്റ്റ്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര രൂപ വന്നു എന്ന് നോക്കാം. 6 രൂപയാണ്
ഇവിടെ വന്നിരിക്കുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് 6 രൂപ. 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 6 രൂപ നമ്മൾ ചെലവാക്കി. ഇത് കുറച്ചു കൊണ്ടുവരാനാണ് ഫാക്ടറി ശ്രമിക്കേണ്ടത്. കാരണം കോസ്റ്റ് കുറച്ചുകൊണ്ടേ നമുക്ക് ലാഭം കൂട്ടാൻ കഴിയുകയുള്ളൂ. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ 6000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ എന്തെങ്കിലും തരത്തിൽ മെച്ചം ഉണ്ടാകുമോ, 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ എന്തെങ്കിലും കോസ്റ്റിൽ മാറ്റം ഉണ്ടാകുമോ എന്ന പരീക്ഷണമാണ് നടത്താൻ പോകുന്നത്. അതിനാണ് ഈ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ എവിടേക്ക് പോവുകയാണ്? 6000ത്തിലേക്കും 8000ത്തിലേക്കും പോവുകയാണ്. ഇവിടെ ഇനി നമ്മൾ 6000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വേരിയബിൾ കോസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചേഞ്ച് ആകും എന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫിക്സഡ് കോസ്റ്റോ ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും, മാറ്റം ഉണ്ടാവില്ല. എന്നാൽ വേരിയബിൾ കോസ്റ്റോ ആനുപാതികമായിട്ട് വർദ്ധിക്കും. അപ്പോഴെങ്ങനെയാണ്? 5000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ മെറ്റീരിയൽ 10,000 രൂപയുടെ മെറ്റീരിയൽ വന്നെങ്കിൽ 6000 യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര രൂപയുടെ മെറ്റീരിയൽ വേണം? 8000 യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര രൂപയുടെ മെറ്റീരിയൽ വേണം? നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ഈ സംഖ്യ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. 10,000 ആണ്. 5000 കപ്പാസിറ്റി ഉള്ള എമൗണ്ട് 10,000 ആണ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് എത്രയോ അത് കാൽക്കുലേറ്ററിൽ അടിക്കുക. 10,000 ഹരിക്കണം ആ കപ്പാസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് തന്നാണെങ്കിൽ 50,000. ഇനി അല്ല, ലെവൽ ഓഫ് കപ്പാസിറ്റി 50% തന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 50. അപ്പൊ എന്താണ്? 10,000. ഇതാണ് വേരിയബിൾ കോസ്റ്റ് മെറ്റീരിയൽ. ഡിവൈഡഡ് ബൈ ഈ 10,000 വന്നപ്പോഴുള്ള കപ്പാസിറ്റി യൂണിറ്റ് 5000. ഇനി അല്ല, പെർസെന്റേജ് ആയി തന്ന 50% എന്നാണ് തന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ 50. ഓക്കെ, അപ്പൊ 10,000 ബൈ 5000 ഇൻറ്റു, ഇനി നമ്മൾക്ക് കാണേണ്ട യൂണിറ്റ് 6000. അപ്പൊ 5000 യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ 10,000 ചിലവായെങ്കിൽ 6000 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര രൂപ ചെലവ് വരും എന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 5000ത്തിൽ വന്ന കോസ്റ്റ് ഡിവൈഡഡ് ബൈ 5000 ഗുണിക്കണം കാണേണ്ട കോസ്റ്റ്. അപ്പൊ നിലവിലുള്ള കോസ്റ്റ് ഡിവൈഡഡ് ബൈ നിലവിലുള്ള കപ്പാസിറ്റി ഗുണിക്കണം വരാനുള്ള കപ്പാസിറ്റി. അപ്പൊ ഇൻറ്റു 6000. അപ്പൊ എത്ര വന്നു? ഈ പൂജ്യങ്ങളൊക്കെ അങ്ങ് വെട്ടുക. 5 10ൽ 2 പ്രാവശ്യം 2000 ഇൻറ്റു 6 6 2 12000. അപ്പൊ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്യാം. കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു സാധനത്തിൽ ഓരോന്നോരോന്ന് ഈ കോളത്തിൽ ഫില്ല് ചെയ്യാതെ വേണമെങ്കിൽ കുറച്ചുകൂടി സമയം ലാഭിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കോളം കൂടി ഇപ്പൊ തന്നെ എഴുതാം, ഒരു പണിയുമില്ല. വേരിയബിൾ കോസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റർ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ 10,000 അടിച്ചു, ഹരിക്കണം അടിച്ചു 5000, ശേഷം ഗുണിക്കണം എന്നുള്ള ചിഹ്നം അടിച്ചു 6000, അപ്പോൾ 12,000 കിട്ടി. ഈ കാൽക്കുലേറ്ററിലെ 12,000 മയക്കാതെ അങ്ങനെ വെക്കുക. ഉടനടി തന്നെ ഈ 12,000 കാൽക്കുലേറ്ററിലുള്ള 12,000 ഹരിക്കണം 6000. നോക്കുക, 6000ത്തിൽ 6000 കപ്പാസിറ്റി 12,000 ആണ്. ഹരിക്കണം 6000 ഗുണിക്കണം 8000. അപ്പൊ എത്ര വരും? 1000 8 2 16,000 എന്ന് വരും. ഒന്ന് അടിച്ചു നോക്കുക, അങ്ങനെയല്ല വരിക. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. എത്രയാ? 12,000 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 8000. 2 8 2 16,000. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ അത് ഞാൻ കുറച്ച് സമയം നിങ്ങളെ പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഓരോ സെക്കൻഡും നമ്മളുടെ വർക്ക് ആ സമയം നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യും. അതുകൊണ്ട് ഈ 12,000 അയച്ച് വീണ്ടും 10,000ത്തിലേക്ക് പോയി 10,000 ഹരിക്കണം 5000 ഇൻറ്റു 8000 എന്ന സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് പകരം കാൽക്കുലേറ്റർ ഓൾറെഡി നിങ്ങൾ കണ്ടുവെച്ച 12,000 ഉണ്ട്. 12,000 ബൈ 6000 ഗുണിക്കണം 8000. അങ്ങനെയാണ് അടുത്ത എങ്ങനെയാ വരിക? 5000. ലേബർ 5000 ആണ്. 5000 ബൈ 5000 ഇൻറ്റു 6000 എങ്ങനെ വരും നോക്കിയോ? കാൽക്കുലേറ്റർ അടിച്ചാൽ നിങ്ങൾക്ക് 5000 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 6000 സമ 6000 ഇൻറ്റു 1 6000. ഇനി 6000 ബൈ 6000 ഇൻറ്റു 8000 8000.
അടുത്തത് 3000 ആണ്. 3000ന്റെ 6000 വരുമ്പോ എത്ര വരും നോക്കുക. 5000 യൂണിറ്റ് ഉണ്ടാക്കാൻ 3000 വന്നെങ്കിൽ 6000 യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവ് വരും? വേരിയബിൾ കോസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ മാറ്റം വരുന്നത്. 3000 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു കാണേണ്ടത് 6000. ഇതും പോയി. 5 30 6 5 30 600 ഇൻറ്റു 6 6 36 3600. റെഡി? 3600. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 6 36 8 48 4800. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 4800 ആണ് കിട്ടുക. ഇവിടെ പ്രൈം കോസ്റ്റ് കിട്ടി. എത്രയാണ്? 12 6 18 2 21,600. ശരിയല്ലേ? 6 6 8 3 11 ബാക്കി 1 2. യെസ്. 8 8 4 12 6 18 ബാക്കി 1 28,000. ഇതാണ് പ്രൈം കോസ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ അടുത്തത്? ഫാക്ടറി ഓവർഹെഡ് രണ്ടായിട്ട് കിടക്കുന്നുണ്ട്, ഫിക്സഡ്, വേരിയബിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫിക്സഡ് കോസ്റ്റ് അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3000 6000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 3000ത്തിന് മാറ്റമില്ല, അത് തന്നെ. 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 3000ത്തിന് മാറ്റമില്ല, അത് തന്നെ. പിന്നെ മാറ്റം വരുന്ന ആർക്കാ? വേരിയബിളിന്. ഈ വേരിയബിൾ കോസ്റ്റ് 3000 ആണ്. ഇതേ സംഖ്യ മുകളിലുണ്ട്, അതുകൊണ്ട് കാൽക്കുലേറ്ററിലേക്ക് ഒന്നും പോകണ്ട. ഇതിന് സംഭവിച്ചത് എന്തോ അത് തന്നെയാണ് ഇവിടെ വേരിയബിൾ വരിക. അതുകൊണ്ട് ഇതേ ഒരേ സംഖ്യ തന്നെ വേരിയബിൾ മുകളിലുണ്ടെങ്കിൽ സമയം സേവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേ സംഖ്യ തന്നെയാണ് വരിക. എങ്ങനെ? 3000 ബൈ 5000 ഇൻറ്റു 6000 3600. ദെൻ 3600 ബൈ 6000 ഇൻറ്റു 8000 എത്രയായിരുന്നു? 4800. ഇത് ആഡ് ചെയ്താൽ 6 12 ബാക്കി 1 3 4 3 7 1 8 28 20. ഇത് 0 0 8 8 16 6 ബാക്കി 1 4 5 3 8 8 16 6 ബാക്കി 1 2 3 അല്ലേ? 28 30 31 4 35 36 600 21 24 27 28 200. ഓക്കെ, ഇതാണ് എന്ത്? ഫാക്ടറി കോസ്റ്റ്. ഇനി നമ്മൾക്ക് അടുത്ത അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. 1600 മാറ്റമുണ്ടോ? മാറ്റമില്ല. എന്താ കാരണം? 1600 ഫിക്സഡ് ആണ്, അതിന് മാറ്റമില്ല. അടുത്ത 2400 ഇത് വേരിയബിൾ ആണ്, ഇതിന് മാറ്റമുണ്ട്. ഇതെങ്ങനെയാ? 2400 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 6000 എത്ര വരും നോക്കാം. നിങ്ങളുടെ കാൽക്കുലേറ്റർ കയ്യിലുണ്ടെങ്കിൽ വേഗം ചെയ്തോളൂ. എത്രയാണ്? 2400 ഡിവൈഡഡ് ബൈ അതിന്റെ കപ്പാസിറ്റി 5000 ഇൻറ്റു കാണേണ്ട 6000. യെസ്. 5 4 5 20 അല്ലേ? ബാക്കി 4 40 8 5 40. റെഡി അല്ലേ? ഓക്കെ. 480 ഇൻറ്റു 6 4 16 6 4 24. ഓക്കെ. 6 0 0 6 8 48 ബാക്കി 4 6 4 24 4 28 2880. 2880 മാറ്റമില്ലല്ലോ. ഇനി ഇതിൻ്റെത് എത്ര വരും? ഡിവൈഡഡ് ബൈ 6000 പകരം ഇൻറ്റു 8000 അടിച്ചു നോക്കും. 2400 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 8000. അങ്ങനെ വരുമ്പോ 64 ബാക്കി 6 8 4 32 6 38. ശരിയല്ലേ? 3840. ഇതാ കഴിയാൻ പോകുന്നു. 0 8 6 8 8 16 6 ബാക്കി 1 8 9 1 10 2 12 2 ബാക്കി 1 2 3 0 4 6 6 12 8 20 0 ബാക്കി 2 6 8 9 12 2 ബാക്കി 1. ഇനി ലാസ്റ്റ് വൺ ഫിക്സഡ് 1200 മാറ്റമില്ല. 1200. ഇവിടെ 800 വേരിയബിൾ ആണ്, അത് മാറ്റം വരും. എങ്ങനെയാ മാറുക? കാൽക്കുലേറ്റർ എടുത്തോളൂ അല്ലെങ്കിൽ ചെയ്തോളൂ. 800 ഡിവൈഡഡ് ബൈ ആ കപ്പാസിറ്റി 5000
ഇൻറ്റു 6000. യെസ്, 5 1 5 3 6 5 30 0 160 ഇൻറ്റു 6 6 4 6 36 960. നെക്സ്റ്റ് വന്ന് ഇത് 8000 ആണ് വരിക. 8 8 8 6 48 1280. 1280 റെഡിയല്ലേ? ഓക്കെ. 0 0 8 6 48 8 ബാക്കി 4 8 4 12. നെക്സ്റ്റ് ആഡ് ചെയ്താൽ 0 8 6 14 4 ബാക്കി 1 6 7 2 9 18 8 ബാക്കി 1 1 2 2 4 3 34. യെസ്. 0 8 4 12 2 ബാക്കി 1 2 3 2 5 2 1 3 1 4 4 4 4. ഓക്കെ. ഇതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഇനി ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? നേരത്തെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 6 രൂപ വന്നെങ്കിൽ ഇപ്പോൾ 6000 യൂണിറ്റിന് 34,840 രൂപ ഡിവൈഡഡ് ബൈ 6000 എത്ര വരും? 30 4 8 48 5.8 കുറഞ്ഞു. 6 5.8 ഇനി 8000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 44,520 ഡിവൈഡഡ് ബൈ 8000. 8 40 5.5 5 രൂപ 50 പൈസയിലെത്തി. നേരത്തെ 6 രൂപ വന്നത് 6000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 5 രൂപ 80 പൈസയിലെത്തുന്നു. അത് 8000 യൂണിറ്റ് എത്തുമ്പോൾ 5 രൂപ 50 പൈസ സംതിങ്ങിലെത്തുന്നു. ഈ രീതിയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചെയ്യേണ്ടത്. ഇത് വളരെ സിമ്പിളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു നോക്കാം. അപ്പോൾ താങ്ക് യു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് അടുത്ത 1 2 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് ഇതൊന്ന് തെറോ ആക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്യാഷ് ബഡ്ജറ്റ് നമുക്ക് അടുത്ത സമയത്ത് പറയാം. ഓക്കെ, താങ്ക് യു.